ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഒരു മസാല ഷവായ ഉണ്ടാക്കാനായിട്ട് പോവാണ്. കണ്ടില്ലേ, പ്ലേറ്റിൽ അങ്ങോട്ട് കയറി കിടന്നേക്കണു. ആഹാ, എന്താ അല്ലേ. ഞാൻ ആദ്യമായിട്ടാട്ടത് ട്രൈ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രോക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് കുത്തി കൊടുക്കണുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുത്തൽ നമ്മളിതിനെ കുത്തുന്നത്. നന്നായിട്ടൊന്ന് എല്ലാ വശങ്ങളും നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും മസാല നന്നായിട്ട് എത്തണമല്ലോ, അപ്പോഴാണല്ലോ ഇതിൻ്റെ ടേസ്റ്റ് വരിക. ഇത് കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ കുക്കറിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. കേക്ക് എടുത്തേരാണ് കേട്ടോ ഞാൻ അതൊന്ന് കുത്തിയെടുക്കണത്. പക്ഷെ എന്നാലും ഇത് കുത്തി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ നല്ല കേക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല തേച്ച് വരച്ച് നല്ല കേക്ക് കുളിപ്പിച്ച് ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വലിയൊരു പാത്രത്തിൽ ഞാനിവരൊരു ചെമ്പട്ടിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതിലൊന്ന് മുക്കി വെക്കണം. ആ കോഴി അതിൽ നല്ലോണം മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം വേണം കേട്ടോ. അത്യാവശ്യം വെള്ളം വേണം. നന്നായിട്ട് ഈ ഒരു രീതിയിൽ അതിനെ നന്നായിട്ട് അതിലൊന്ന് മുക്കി വെക്കണം. അതിൻ്റെ ഇറച്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാനാണ് അങ്ങനെ മുക്കി വെക്കണത്. ഇനി ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് റെഡിയാക്കണം. ഈ മസാലയാണ് ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടേസ്റ്റ് കൂട്ടുന്ന സംഭവം അതാണ്. അപ്പോൾ ഉണക്കമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്. ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലി ഉള്ളോൽ അതെടുത്തോളി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണക്കമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറിയുള്ളി ഇവിടെ തൊലിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് നന്ന ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും ചെറിയൊരു ഇഞ്ചി കഷ്ണപാടെ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം പാടെ ചേർത്തിട്ട് കുറച്ച് മസാലയും കൂടി ഇട്ടുകാണ്ട് നമ്മൾ ഈ മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. വലിയ തക്കാളി ആണെങ്കിൽ 1 മതി. ആ വെള്ളത്തിലിട്ട് വെച്ച ഉണക്കമുളക് ഉണ്ടല്ലോ, അതും കുറച്ച് തൈരും പിന്നെ മാഗി ക്യൂബ് ഇല്ല നമ്മൾ ഈ മന്തിക്കൊക്കെ ഇടണേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി, കുറച്ച് വലിയ ജീരകം. ഇതിപ്പോൾ പൊടി ആയതുകൊണ്ട് അവിടെ പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് അങ്ങനെ ചെറിയ ജീരകം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, അതൊക്കെയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മസാല കേട്ടോ ഈ ഒരു ഷവായൻ്റെ ആ ഒരു ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചിക്കൻമക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. അത് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കണോടത്ത് ഒരു കുറവും വരുത്തരുത്. നന്നായിട്ടൊന്ന് ഉഷാറായിക്കോട്ടെ. നമ്മൾ ഫ്രോക്ക് കൊണ്ട് കുത്തി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് ആവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഫ്രിഡ്ജിലോട്ടാണ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണത്. ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം കൂടിയാണിത്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റിയൊരു വിഭവമാണ്. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെ കുക്കറിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മുഴുവൻ മസാലയും അതിൻ്റെ മേലെ കൂടി ഒന്ന് അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കണം. ഈ കുക്കർ അങ്ങോട്ട് തുറക്കുമ്പോഴുള്ള ഒരു മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇനി ഇതിന് നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ബാക്കിയുണ്ട്. ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ കോയിനെ അതിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് ഒന്നങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ചെയ്യണ്ട, ഒന്നങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ട് കണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. എൻ്റെ ചട്ടിൻ്റെ മോശം കൊണ്ട് ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതാ ആ കുക്കറിലുള്ള മസാല മുഴുവനായിട്ട് ആ ചട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. എൻ്റെ മോൻ കോളേജിൽ നിന്ന് 2 ദിവസത്തെ ലീവിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ വന്നപ്പോൾ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതി ഉണ്ടാക്കിയൊരു സ്പെഷ്യലാണ് കേട്ടത്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. നന്നായിട്ട് ഈ ഒരു രീതിക്ക് വറ്റിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഇത്രയും വറ്റിച്ചെടുത്തതിന് ശേഷം
ടൊമാറ്റോ സോസും കൂടി പാർന്ന് കൊടുത്തിട്ട് ഇനി ഇത് നമ്മളെ ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് പാർന്ന് കൊടുക്കുക. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് ഒരു ഹോട്ടൽക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. ഇത് പൊറാട്ടൻ്റെ കൂടെയോ കുബൂസിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ ഒക്കെ ചേരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്